എവരിവൺ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നമ്മൾ MTSC സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൻ്റെ മൂന്നാമത്തെ സെഷനാണ്. നമ്മൾ എന്തായാലും ക്വസ്റ്റിലോട്ട് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് a+1/a ഓൾ റൈസ് ടു 0 ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വേർ a നോട്ട് ഈക്വൽ ടു 0, a 0 എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ഇവിടെ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, നമ്മൾ ഏത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മാത്സിൽ നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് വേണം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കാണാൻ, അല്ലേ? അപ്പോഴേ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ എത്രയാണ്? ഇവിടെ ആൻസർ ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ഇതിൻ്റെ ആൻസർ 1 ആണെന്ന്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുമെന്ന് പറഞ്ഞത്? നമുക്കറിയാം ഏതൊരു വാല്യൂവിനെയും 0 റൈസ് ടു 0 വന്നാൽ അതിൻ്റെ വാല്യൂ എന്താ വരിക? 1 ആണ് വരിക. ഇപ്പോൾ 2 റൈസ് ടു 0 എത്രയാണ്? 2 റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 2 റൈസ് ടു വേണ്ട, 100 റൈസ് ടു 0 എത്ര ആൻസർ വരിക? 1 ആണ് ആൻസർ വരിക. ഇവിടെ എത്ര വാല്യൂ എടുത്താലും റൈസ് ടു 0 പവറിൽ 0 വന്നാൽ അതിൻ്റെ വാല്യൂ എന്താണ് വരിക? 1 ആണ് വരിക. അതുപോലെ തന്നെയാണ് ഇവിടെ a+1/a. അവിടെ വേരിയബിൾ നമ്മൾ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി തന്നൊരു കാര്യം മാത്രമാണ്. ഇവിടെ a+1/a ഓൾ റൈസ് ടു 0 എന്ന് പറഞ്ഞാലും ആൻസർ എന്താ വരിക? 0 തന്നെയാണ് വരിക. 1 ആണ് വരിക. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1/3 ഓൾ റൈസ് ടു n മൈനസ് 1/3 ഈക്വൽ ടു 28/27. ആൻസർ എത്രയാണ്? ചെയ്ത് നോക്കിയിട്ട് ആൻസർ പെട്ടെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. വീഡിയോ പോസ്റ്റ് ചെയ്ത് ആൻസർ ചെയ്ത് നോക്കുക, എന്നിട്ട് വേണം എക്സ്പ്ലനേഷൻ കാണാൻ. ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് മെയിനായിട്ട് പ്രശ്നം വരാൻ ഒരു സാധ്യതയുള്ളത്, ഇവിടെ എന്ത് ചെയ്യും? ചില ആളുകൾ 1/3 ഇവിടെയും വരുന്നുണ്ട്, 1/3 ഇവിടെയും വരുന്നുണ്ട്. സോ അത് 1/3 ഓൾ റൈസ് ടു n - 1 എന്നുള്ള രൂപത്തിലേക്ക് എഴുതാൻ സാധ്യതയുണ്ട്. ബട്ട് ആ രൂപത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണ്? a⁻m ഇൻറ്റു a⁻n. അങ്ങനെയാണെങ്കിൽ a⁻m - n ചെയ്യാം, അല്ലെങ്കിൽ a⁻m/a⁻n, അല്ലേ? a⁻m ഇൻറ്റു a⁻n ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കോമൺ നമ്മളെ a⁻m+n എന്നുള്ള രൂപത്തിൽ എഴുതാം, അല്ലെങ്കിൽ a⁻m/a⁻n ആണെങ്കിൽ a⁻m-n. അല്ലാതെ ഇവിടെ പ്ലസ്സോ അല്ലെങ്കിൽ അഡീഷനോ സബ്ട്രാക്ഷനോ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? സോ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു വാല്യൂവിനെയാണ് കാണേണ്ടത്, അല്ലേ? അങ്ങനെ കാണണമെങ്കിൽ നമ്മൾ ഈ -1/3 ഈക്വൽ ടുവിൻ്റെ ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകണം, ഓപ്പോസിറ്റ് സൈഡിൽ. നമ്മൾ LHSലുള്ള വാല്യൂവിനെ RHSലോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് അത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ ചെയ്താണെങ്കിൽ 1/3 ഓൾ റൈസ് ടു n, ഞാനിവിടെ -1/3 ഈ സൈഡിലോട്ട് കൊണ്ടുപോവുകയാണ്. സോ ഈക്വൽ ടു 28/27 പ്ലസ് 1/3. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിന് മിക്സ്ഡ് ഫ്രാക്ഷനിലാണുള്ളത്. സോ അതിന് ഇംപ്രോപ്പറിലോട്ട് മാറ്റുക. ആൻഡ് ഇംപ്രോപ്പറിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നോർമൽ എങ്ങനെയാണ് ഫ്രാക്ഷൻസിന് അഡീഷൻ ചെയ്യുക അതുപോലെ ചെയ്യുക. സോ ആദ്യം 1/3 നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പറിലോട്ട് മാറ്റും. ആൻസർ എന്താ വരിക? 3 × 1 3, 3 + 1 4, 4/3 വാല്യൂ വരും, അല്ലേ? സോ ഇവിടെ RHS എന്താവും? 28/27 പ്ലസ് 1/3 പകരം നമുക്ക് ഇങ്ങനെ എഴുതാം. 3 × 1 1 3, 3 + 1 4, 4/3 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? 4/3. സോ 1/3 പകരം നമുക്ക് ഇവിടെയും എന്ത് ചെയ്താൽ 4/3 എഴുതാൻ പറ്റും, അല്ലേ? LHSലും 1/3 പകരം 4/3 ഓൾ റൈസ് ടു n എന്നുള്ള രൂപത്തിൽ എഴുതാം. 4/3 ഓൾ റൈസ് ടു n. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇവിടെ നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും, അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ബട്ട് അത് ഇവിടെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം 28 × 3 ചെയ്യണം, 27 × 4 ചെയ്യണം. കാൽക്കുലേഷൻ ഇറർ വരാൻ വളരെ അധികം സാധ്യത കൂടുതലാണ്. സോ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻസായി ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. സോ ഞാനിവിടെ അതാണ് ചെയ്യാൻ പോകുന്നത്. അതായത് 3 നമുക്ക് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? 27 കിട്ടും, അല്ലേ? സോ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4/3 പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ 4 × 9 36/27 എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ ഇക്വേഷൻ എന്തായി? 28/27 പ്ലസ് 36/27, അല്ലേ? 36/27 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? നേരെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഡിനോമിനേറ്റർ അതുപോലെ വരും. 28 + 36 ആൻസർ എത്ര വരിക? 64 വരും. 64/27. 64/27. സോ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണെങ്കിൽ ഇവിടെ 4/3 ഓൾ റൈസ് ടു n ഈക്വൽ ടു 64/27 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക?
നമുക്കറിയാം ഇവിടെ 27 64 നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഈ പവേഴ്സ് കൂടുതൽ നമ്മൾ എക്സ്പെൻസ് ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാലേ 3 ക്യൂബാണ് 27, അതുപോലെ 4 ക്യൂബാണ് എന്ത് 64 അല്ലേ, 4 ക്യൂബാണ് 64. സോ 4/3 ഓൾ റേസ് ടു n ഈക്വൽ ടു 64ന് പകരം നമുക്ക് എന്ത് ചെയ്താൽ 4 ക്യൂബ് ചെയ്താൽ 4 ക്യൂബ് ബൈ 3 ക്യൂബ്. ഈ രണ്ട് വാല്യൂസിനും സെയിം പവറാണ് 3 എന്നുള്ള പവർ. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, ഇതിനെ 4/3 ഓൾ റേസ് ടു 3 എന്നുള്ള രൂപത്തിൽ എഴുതാം അല്ലേ. 4/3 ഓൾ റേസ് ടു 3, അതായത് 4/3 ഓൾ റേസ് ടു n ഈക്വൽ ടു 4/3 ഓൾ റേസ് ടു 3. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു 3 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ആൻസർ ചെയ്ത് വരിക, ആൻസർ ഓപ്ഷൻ സി n ഈക്വൽ ടു 3 ആണ്. ക്ലിയർ അല്ലേ? നമുക്കിവിടെ എന്നിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. സോ n ഈക്വൽ ടു 3 ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. 25 ഓൾ റേസ് ടു x + 1 ഈക്വൽ ടു 125/5 റേസ് ടു x. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് 125 എന്താണ് 5 ക്യൂബാണ് അല്ലേ. സോ ആദ്യം അതിനൊന്ന് കൺവേർട്ട് ചെയ്ത് എഴുതാം. 125 എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്കെ ഇവിടെ ചെയ്തു. 125 എന്ന് പറഞ്ഞാൽ 5 ക്യൂബാണ്, 5 ക്യൂബാണ്. സോ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായി, 25 ആൻഡ് ഓക്കെ അവിടെ നോട്ടെ 25 ഓൾ റേസ് ടു x + 1 ഈക്വൽ ടു 5 ക്യൂബ് ബൈ 5 റേസ് ടു x അല്ലേ. ഇവിടെ ഇപ്പോൾ ഏത് ഫോമില ഉള്ളത്, a റേസ് ടു m ബൈ a റേസ് ടു n. അങ്ങനെയാണെങ്കിൽ a റേസ് ടു m - n എന്ന് എഴുതാം അല്ലേ. സോ ഈ 5 ക്യൂബ് ബൈ 5 റേസ് ടു എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്താം, a റേസ് ടു m - n 5 റേസ് ടു 3 - x എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും. ഇനി ഇവിടെ 5-ലാണുള്ളത്. സോ ഈ 25നെ നമുക്കൊന്ന് 5-ലോട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ എഴുതാൻ പറ്റുക, 25 എന്ന് പറഞ്ഞാൽ 5² ആണ്. സോ ഈ 25ന് പകരം ഞാൻ എന്ത് എഴുതാൻ പോകുന്നത്, 5² ഹോൾ റേസ് ടു x + 1. ആൻഡ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ്, a റേസ് ടു m ഇൻറ്റു a റേസ് ടു m ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ a റേസ് ടു m n ആണ്. അതായത് a റേസ് ടു m ഹോൾ റേസ് ടു n. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, a റേസ് ടു m n. സോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എന്തായി, ഇവിടെ 5² ഓൾ റേസ് ടു x + 1ൻ്റെ പകരം 5 റേസ് ടു 2 ഇൻറ്റു x + 1 എഴുതാൻ പറ്റും ഈക്വൽ ടു 5 റേസ് ടു 3 - x അല്ലേ. 5 റേസ് ടു 3 - x. ഇപ്പോൾ ഇവിടെ രണ്ടിനെയും ബേസ് 5 ആണ്. സോ ഈ എക്സ്പെൻസ് പവേഴ്സ് എന്താണ്, ഈക്വൽ ആയിരിക്കില്ലേ. അതായത് 2 ഇൻറ്റു x + 1 ഈക്വൽ ടു 3 - x എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എറേസ് ചെയ്യുക. സോ ഞാൻ ഇങ്ങോട്ട് ഈ ഒരു കാര്യത്തിന് ഇങ്ങോട്ട് എടുത്ത് എഴുതാണ്. ഏത് ഈ പവേഴ്സിന് മാത്രം എഴുതിയാൽ മതി അല്ലേ, നമുക്ക് പവേഴ്സിൻ്റെ കാര്യം മാത്രം മതി. ഈ ഒരു രണ്ട് വാല്യൂസും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. സോ എന്തായി, 2 ഇൻറ്റു x + 1 2 ഇൻറ്റു x + 1 ഈക്വൽ ടു 3 - x. ഇനി 2 ഇൻറ്റു x + 1 എന്ന് പറഞ്ഞാൽ 2x + 2 2x + 2 ഈക്വൽ ടു 3 - x. ഇനി നമ്മൾ എന്ത് ചെയ്യുക, x എന്നുള്ള ടേംസിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക, നമ്മളെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസിനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ 2നെ ഈ ഒരു ഭാഗത്തോട്ട് കൊണ്ടുപോകാം ആൻഡ് എക്സിനെ എന്ത് ചെയ്യുക, -xനെ ഇങ്ങോട്ടും കൊണ്ടുവരാം. സോ നമ്മൾ ഇക്വേഷൻ എന്തായി, ഇവിടെ ഇക്വേഷൻ 2x + 3x 2x + 3x ഈക്വൽ ടു 3 - 1. 2x + 3x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5x 5x ഈക്വൽ ടു 2x + x ആണ് വരിക അല്ലേ. സോറി ഇവിടെ ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. 2x + x ആണ് വരിക, -xനല്ലേ നമ്മൾ കൊണ്ടുവരേണ്ടത്. -xനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ 2x + x ആണ് വരിക. 2x + x ഈക്വൽ ടു 3 - 2 അല്ലേ. ഈ -xനെയാണ് കൊണ്ടുവരേണ്ടത്, അല്ലാതെ -3xനല്ല. 2x + x ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് 3x. 3x ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു 1/3. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. സോ ആൻസർ ചെയ്ത് വരിക ഇവിടെ ഓപ്ഷൻ ഡി 1/3 ആണ് ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 0.00032 ഹോൾ റേസ് ടു -2/5. എങ്ങനെ ചെയ്യാൻ പറ്റുക, നമുക്കറിയാം 0.0032. അതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ 0.00 3032
ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 32 ഡിവൈഡഡ് ബൈ ഇവിടെ 5 zeros 1 2 3 ഇവിടെ 5 പൊസിഷൻസ് ആണല്ലോ ഉള്ളത് അല്ലേ? 1 2 3 4 5. സോ 5 zeros ഇട്ട് കൊടുക്കാം. 32 ബൈ ഈ രൂപത്തിൽ എഴുതാൻ പറ്റും അല്ലേ? എഴുതി കൂടെ നമുക്ക് 0.00032 ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കാണാം. കാരണം 32 എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁵ ആണ് അല്ലേ? 2⁵ ആണ്. ഈ 32 എന്ന് പറഞ്ഞാൽ 2⁵ ആണ്. അതുപോലെ ഇവിടെ എത്ര സീറോസ് ഉള്ളത്? 1 2 3 4 5. സോ 10⁵ എന്നുള്ള രൂപത്തിൽ എഴുതാം. 10⁵ 2⁵. ഇതിപ്പോൾ ഈ 0.0032ൻ്റെ വാല്യൂ ആണ് നമ്മൾ ചെയ്തത്. 0.00032ൻ്റെ വാല്യൂ ആണ് 2⁵ ബൈ 2⁵. 10⁵. ഇനി ഇതിനൊരു പവറും കൂടി ഉണ്ട് അല്ലേ? -2⁵. അതും കൂടി ഒന്നിട്ട് കൊടുക്കുക ഇവിടെ. മൈനസ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലാക്കി എഴുതാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ ഇവിടെ എഴുതുമ്പോൾ 2⁵ ബൈ 10⁵. നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാണ് 2⁵ ബൈ 10⁵ ഹോൾ റേസ് ടു -2/5 അല്ലേ? -2/5. ഇനി 2⁵ ബൈ 10⁵. രണ്ടിനും സെയിം ആയിട്ടുള്ള പവറാണ്. സോ എന്ത് ചെയ്താൽ 2/10 ഹോൾ റേസ് ടു 5 എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു 2/10 ഹോൾ റേസ് ടു 5. എന്നിട്ട് അതിന് പിന്നെയും വീണ്ടും പവറാണ് -2/5. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം എന്താണ്? a⁻m ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ a⁻m എന്നാണ് അല്ലേ? സോ ആ ഒരു രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 2/10. ഓക്കെ, ഇതിന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ? 2/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5 ആണ് അല്ലേ? 1ഉം 5ഉം 1/5 ആണ്. സോ ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? ഇക്വേഷൻ എന്നുള്ളത് 1/5 ഹോൾ റേസ് ടു 5 ഇൻറ്റു -2/5 അല്ലേ? 5 ഇൻറ്റു -2/5. ഇതിൽ 5 നമുക്ക് കട്ട് ചെയ്തൂടെ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5. സോ നമ്മൾ ആൻസർ ഞാൻ മുകളിലോട്ട് എഴുതാണ്. ഇവിടെ എന്തായി? 1/5 ഹോൾ റേസ് ടു -2i. ആൻഡ് നമുക്ക് -2 വന്നാലുള്ള വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ്സ് വന്നാലും എന്താവും? അത് നേരെ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. സോ 1/5 ഹോൾ റേസ് ടു -2ൻ്റെ പകരം 5 ഹോൾ റേസ് ടു 2 ചെയ്താൽ മതി. ഫിസിക്കലി 25. സോ ആൻസർ വരിക 25. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ചെയ്തതെന്നുള്ള ക്ലിയർ അല്ലേ? ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതെന്താണ്? 5 ഇൻറ്റു റൂട്ട് ഓഫ് 5⁻² എന്നാണ് കേട്ടോ. 5⁻² എന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആരൊക്കെ ക്ലിയർ ആയി നോക്കട്ടെ. സോ ഓക്കെ, ബൈ, താങ്ക് യു.